എപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ ശരി ശരി ദേവു, ഇനി ശിവനെ ഉമ്മ വെക്കരുത് കേട്ടോ. എന്താ മഹിക്കുട്ടൻ കഴിക്കണില്ലേ? അതെന്താ വേണ്ടാത്ത? വിശക്കണില്ലേ? അതെന്താ എൻ്റെ മുത്തനോട് മിണ്ടാത്ത? ആണോടാ പൊന്നെ? അയ്യോ സാരില്ലടാ മോനെ, ഇപ്പൊ ചോറ് കഴിക്കേ. ആ തരാലോ. അതപ്പല്ലേ, അതപ്പ നോക്കാം. ഇപ്പൊ ചോറ് കഴിക്കട്ടോ. എന്തൊക്കെയാടെ ഈ പറയണേ? ഒരാൾക്കുമ്മ, മറ്റേ കല്യാണം. നീക്ക് മുട്ടേന്ന് വിരിഞ്ഞോ? അവര് പിള്ളേരല്ലേ മേഘേച്ചി. പിന്നെ ഇഷ്ടമൊക്കെ അപ്പോഴും ഉണ്ടെങ്കിൽ അതും കൂടെ നടത്താം. അതെ, നീനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാനാ? ദൈവം എഴുതി വെച്ചേക്കണത് ഇങ്ങനെയായിരിക്കും. അതെ അതെ, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലായിരുന്നല്ലോ. മായയുടെ വിസ കിട്ടി. ആണോ? എപ്പോഴാ പോണ്ടേ? 30-ാം തീയതി പോണം. അയ്യോ, അപ്പ ഇന്ന് 19 ആ എന്തായാലും പോയില്ലേ പറ്റുള്ളൂ. പിള്ളേർക്കില്ലേ വിസ? ആ ഞങ്ങൾക്ക് 4 പേർക്കും ഉണ്ട്. ആ പോകുമ്പോൾ നമ്മളെക്കാട്ടും സങ്കടം ദേവുവിനും നന്ദുവിനും ആയിരിക്കും. ആ അതെ സത്യം. അവരുടെ കണ്ണു വെട്ടിച്ച് അവന്മാരെ ഞാൻ എങ്ങനെയാ കൊണ്ടുപോവാന്നാ വിചാരിക്കണേ. ആ ഇന്ന് അവന്മാരുടെ കൂടെ സ്കൂളിൽ പോകാനായിരുന്നു ബഹളം. ആ ഞാനുള്ളപ്പോൾ പിന്നെ കുഴപ്പമില്ല, അടങ്ങി എവിടെയെങ്കിലും ഇരുന്നോളൂ. മേഘേച്ചിനും പിന്നെ രണ്ടാൾക്കും പേടിയായതുകൊണ്ട് കുഴപ്പമില്ല. എന്തേ രണ്ടാളും വന്നിട്ട്? അമ്മ ചോറ് കഴിച്ചിട്ട് കിടന്നപ്പോൾ കൂടെ പോയി കിടന്നതാ, ഉറങ്ങിപ്പോയി രണ്ടാളും. എന്നാ ഉറങ്ങിക്കോട്ടെ, നമുക്കൊന്ന് കടയിൽ പോയിട്ട് വരാം. വന്ന വഴി അവന്മാരെയും കൂട്ടിയിട്ട് പോരാം. എത്ര മണിക്കാണ് മേഘേച്ചി ഫ്ലൈറ്റ്? രാത്രി 11 മണിക്കാണ് ഫ്ലൈറ്റ്. 6 മണിയൊക്കെ ആകുമ്പോൾ പോകണം. 2 മണിക്കൂറില്ലേ എയർപോർട്ടിലോട്ട്. പിന്നെ ചെക്കിങ്ങൊക്കെ കഴിയുമ്പോൾ ഒരു നേരമാകും. അപ്പോൾ ഇനി എന്തൊക്കെ എടുത്ത് വെക്കാനുണ്ട്? ഇനിയൊന്നും എടുക്കാനില്ല. 2 ഡ്രസ്സ് അവന്മാർക്ക് എടുത്ത് വെക്കണം ഹാൻഡ് ബാഗിൽ. ഫ്ലൈറ്റിൽ വെച്ച് മാറ്റാം. ആ അത് ഞാൻ എടുത്ത് വെക്കാം. മേഘേച്ചി പോയി അവന്മാരെ കുളിപ്പിക്കുക. സമയം 3 കഴിഞ്ഞില്ലേ? ആ എന്നാൽ ഞാൻ അവന്മാരെ പോയി നോക്കിയെടുക്കട്ടെ. ശിവ മഹിവ കുളിക്കാം. വന്ന രണ്ടാളും അമ്മ ഒരു സാധനം തരാം. അടുക്കളയിലോട്ട് പൊക്കോ, അമ്മ ഇപ്പം വരാം. മേഘേച്ചി, ഞാൻ ഇതുങ്ങളെ ഉറക്കിക്കിടത്താൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ. ഉറങ്ങി എണീറ്റാലും അവർ ഇവന്മാരെ തിരക്കൂലേ? അതൊക്കെ എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. ആ ഞാനെന്നാ ചെല്ലട്ടെ. നായി എന്നാ പോട്ടേടി. എന്തിനാ ഇങ്ങനെ കരയണേ? പിന്നെ കരയാതെ, ഞാനിനി ഒറ്റക്കല്ലേ. പിന്നെ ഞാനില്ലടി, എല്ലാ ദിവസവും വിളിക്കാം. ആ ശരി, ചെന്ന് കാറിൽ കയറും. അത് നമുക്ക് പിന്നെ പറയാം, ഓക്കെ? നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വരൂലടാ മുത്തേ. ഇപ്പം ചെന്ന് കാറിൽ കയറ്. എത്ര പാതിരാത്രി ആണെങ്കിലും ചെന്നിട്ട് വിളിക്കണേ മേഘേച്ചി. ആ ശരി, വിളിക്കാം.
ബാഗ് ചെറുതായിപ്പോയി, ഭയങ്കര ചെറുതായിപ്പോയി. എന്നാലും ഒരു പേരിന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ കുറച്ചൊക്കെ മനസ്സിലാവണ്ടേ, ആദ്യത്തെ പാർട്ടിൽ കാണിച്ചതൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടിയെടുത്തൊരു സാധനം. അത്രയും പ്രത്യേകിച്ചൊന്നുമില്ല. അമ്മ പുള്ളി പിന്നെയും വന്നായിരുന്നു. ആരാ, മനോഹരനാണോ? ആ പുള്ളി തന്നെ. എന്നിട്ട് നന്ദു എന്തെങ്കിലും പറഞ്ഞു അയാളോട്? അവളെന്ത് പറയാനാ, അവള് ചൂടായി സംസാരിച്ച്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പോന്നു. വേറൊന്നും മിണ്ടാനും പറയാനും നിന്നില്ല. ആ ദേവൻ ഉണ്ടായിരുന്നോ മനോഹരൻ്റെ കൂടെ? ഇല്ല, അയാളുണ്ടായിരുന്നില്ല. ആ, ഇനി അവളെ ഒരു സ്ഥലത്ത് ഒറ്റക്ക് വിടണ്ട, നീയും കൂടെ പോണം. ആ അമ്മ, അവളുടെ കാര്യം ഞാനേറ്റ്. ഇനി ഞാനുണ്ടാവും അവളുടെ കൂടെ എപ്പോഴും, ഒരു ബോഡി ഗാർഡിനെ പോലെ. മായേ, ഇന്നല്ലാവരും വന്നത്? ആ ഏട്ടാ, അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. ആ, അവൾമാരെന്തേ? അവൾമാരിന്ന് നേരത്തെ ഡാൻസ് ക്ലാസ്സിൽ പോയി. എന്തോ എക്സ്ട്രാ പ്രാക്ടീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ പോയത്. ആ, ഇനി എപ്പോഴാ തിരിച്ചു വന്ന ഡാൻസ് ക്ലാസ്സിൽ നിന്ന്? ആ, അതൊന്നും പറയാൻ പറ്റൂല. ഹലോ, എന്താടി? അമ്മ, ഞങ്ങൾ മീനിൻ്റെ വീട്ടിൽ പോയിട്ട് വരുള്ളേ. ആ, എപ്പോൾ വരും എന്നിട്ട്? ചിലപ്പോൾ വൈകും, വരുമ്പോഴത്തേക്കും സന്ധ്യയാകും. ആ, ശരി ശരി, ഇങ്ങോട്ട് തന്നെ വന്നാൽ മതി. ആ, ഓക്കെ, ശരി അമ്മ. ഹലോ മായി, ഞങ്ങളിത് എയർപോർട്ടിലൊന്ന് ഇറങ്ങിട്ടോ. ആ മികച്ചി, ഞാനിപ്പോൾ തന്നെ ഏട്ടനെ വിടാം. ആ, മാനവിനോട് പതിയെ വന്നാൽ മതിയെന്ന് പറയൂട്ടോ. ആ മികച്ചി, ഏട്ടൻ അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക അവിടെ നിന്ന്. എന്നിട്ട് പതിയെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. ആ, ശരി എന്നാൽ വെച്ചോ, അവിടെ വരുമ്പോൾ കാണാം. ആ, ഓക്കെ മികച്ചി, വെച്ചോ. മായി, എന്തേ രണ്ടാളും ഡാൻസ് ക്ലാസ്സിൽ പോയേക്കണേ. പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടേ വരുള്ളൂ. വൈകുന്നേരം ആകും. ഇപ്പം നിങ്ങളിന്ന് ഫ്രഷ് ആവും. എവിടെ പോയിക്കണേ ഇന്ന് രണ്ടുപേരും? ഊര് ചുറ്റിട്ട് തന്നെയാണ് വൈകുന്നേരം ആയപ്പോൾ കയറി. അമ്മയോട് വിളിച്ച് പറഞ്ഞതല്ലേ മീനിൻ്റെ വീട്ടിൽ പോയിട്ട് വരുവുള്ളൂ എന്ന്. ആ, ശരി ശരി, അകത്തോട്ട് പോ. എനിക്ക് നല്ല വിശപ്പുണ്ട്, അടുക്കളയിൽ പോയി എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ആ, ഓക്കെ, ഞാൻ റൂമിലുണ്ടാവും, റൂമിലോട്ട് വന്നേക്ക്. അയ്യോ, ഉറക്കം വന്നേ. ഇതാരാ ഇത്? ഹലോ നന്ദു. ഹലോ ഹലോ. എന്താടോ ആദ്യമായിട്ട് കാണുന്ന പോലെ അന്തം വിട്ട് നിൽക്കണത്? അത് പിന്നെ അതേട്ടാണല്ലോ കാണുന്നത് ഇപ്പോൾ. പിന്നെ സുഖമല്ലേ? ഡാൻസ് പഠിത്തമൊക്കെ എങ്ങനെ പോണ്? ആ, സുഖം. പിന്നെ ഡാൻസ് പഠിത്തമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. ഇതാരായത്? എൻ്റെ പൊന്നെ, ഇതിപ്പം ഹലോ അമ്മ, അമ്മയുടെ ഡാൻസുകാരി വന്ന്. എന്താടി പെണ്ണെ, നീ സംസാരിക്കില്ല ആരോടും? ഇല്ല ഇല്ല, ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാ.
നന്ദു ഇവിടെ മോളെ വന്നടി വന്ന്. ഇതെന്താ ഈശ്വര, ഫാമിലി പാക്കാണോ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളെ രണ്ടുപേരും ഒരു കാര്യം നന്ദുവിൻ്റെ റൂമിലോട്ട് കിടക്കുക. ദേവു ശിവനും മഹിയും ഈ റൂമിൽ കിടന്നോട്ടെ. ശരി അമ്മ, ഞാൻ നന്ദുവിൻ്റെ അടുത്ത് കിടക്കാം. നന്ദു വാടി എൻ്റെ കൂടെ. അയ്യോ എനിക്ക് വിശന്നിട്ട് പാടില്ല. ശിവേട്ടനാണെങ്കിൽ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ഉണ്ടാക്കണം. എനിക്ക് കണ്ടിട്ട് തന്നെ വിശന്നിട്ട് പോയല്ലായിരുന്നു. എന്നാൽ പിന്നെ നിനക്ക് മേടിച്ചിട്ട് കഴിച്ചിട്ട് വരായിരുന്നില്ലേ? പിന്നെ എനിക്ക് അങ്ങോട്ട് മുമ്പിൽ നിന്നിട്ടാനും മുള്ള മൂട്ടിയിട്ട് പാടില്ലായിരുന്നു. അതിലിടക്ക് ഞാൻ അങ്ങനെ കയ്യിൽ നിന്ന് പോയി ഫുഡ് മേടിച്ച് കഴിക്കാടി. അതെ അതെ മാഡം, കിണിക്കാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഉള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. മര്യാദേൻ്റെ രീതിക്കാണ് ഞാനും മീനും നിന്നോട് പറഞ്ഞത് കഴിക്കാനായിട്ട്. അപ്പം വലിയ ജാട കാണിച്ച് വേണ്ടെന്നും പറഞ്ഞ് നിന്നല്ലേ. അനുഭവിച്ചോ? എന്താണ് നന്ദു, എന്താണ് ഇങ്ങനെയൊക്കെ പറയണെങ്കിൽ? നിൻ്റെ അനിയത്തിയല്ലേ? എനിക്ക് വിശക്കാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് താ പ്ലീസ്. ഹലോ, അറിയോ എന്നെ? മേഘാന്തി, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? ആടാ മോനെ, സുഖം. പിന്നെ ആരാ അടുക്കള വന്നില്ലേ? അവൻ ശിവ പറഞ്ഞ് അമ്മേൻ്റെ ഡാൻസുകാർ വന്നെന്ന്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ആരാന്ന്. അതാ ഇങ്ങോട്ട് വന്നത്. ആൻറ്റി, അത് ദേവ കിച്ചണിലോട്ട് വന്നത്. ഞാൻ നേരെ മേളിലോട്ട് വന്നു. അല്ല, ദേവുവിന് എന്ത് പറ്റി? ആകെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കണെന്താ? അതൊക്കെ വിശന്നിട്ട് ഫുള്ള് കൺട്രോൾ പോയി നിൽക്കണേണ്ടി. അയ്യോ, ഞാൻ നിങ്ങളെ ചായ കുടിക്കാൻ വിളിക്കാൻ വന്നതാ. വാ വേഗം താഴോട്ട് രണ്ടുപേരും. എന്താ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കണം? വന്ന് നിന്ന് കഴിക്ക്. അമ്മ, ഇതാരാ ഉണ്ടാക്കിയേ? അപ്പം തിന്നാ പോരെ, കുഴിയണ്ണേണ്ട ആവശ്യമുണ്ടോ? അവിടെ ഇരുന്നേക്ക്, എന്നിട്ട് എണീറ്റ് പൊടി. എന്താണ് രണ്ടുപേരും കൂടെ രഹസ്യം പറച്ചില്? എൻ്റെ പുത്രയ്ക്ക് ഇതാരാ ഉണ്ടാക്കിയെന്നറിഞ്ഞാലേ താഴോട്ട് ഇറങ്ങുള്ളൂ. അത് ചോദിച്ചതാ. അത് ഞാനാ ഉണ്ടാക്കിയ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എടി നന്ദു, സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തന്നെ മോളെ എൻ്റെ കിളിയൊക്കെ പോയി. അയ്യോ, എനിക്കെന്താ പറയണ്ടേന്ന് അറിയില്ല. എന്തൊക്കെ നീ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഉറങ്ങിക്കിടക്കുമ്പോഴത്തേക്കും ശല്യപ്പെടുത്തരുതെന്ന്. ഒന്ന് മിണ്ടാടൊന്ന് കിടന്ന് ഉറങ്ങിക്ക്. അല്ലെങ്കിലും ഞാൻ പറയണത് കേൾക്കാൻ ഇവിടെ ആർക്കും സമയമില്ലല്ലോ. ഞാനാരാണ്? നീ ഉറങ്ങിക്കോ. ശരി, ഗുഡ് നൈറ്റ്. ഒന്നും മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങണ്ട. എന്താ ദേവി രാവിലെ തന്നെ? അതെ, ഒരു പെങ്കൊച്ചിനെ വളർത്തിയെന്ന് വെച്ച് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമല്ല. ദേവി, സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. എന്താ മായ പ്രശ്നം? അല്ല മേഘേച്ചി, രാവിലെ തന്നെ വീടിൻ്റെ ഉമ്മർത്തേരാണ് തോന്നിയ ദിവസം പറയണേ. അല്ല മായ, ഞങ്ങളെന്ത് തോന്നിയ ദിവസം പറഞ്ഞല്ലോ? സ്വന്തം മോളെ കാണണം, അത് തടയാനായിട്ട് നിങ്ങൾക്ക് എന്താണ് അധികാരം ഇരിക്കുന്നത്? അല്ല മനോഹരൻ, നന്ദുവിനോട് ഞങ്ങളായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല നിന്നെ കാണണ്ട സംസാരിക്കണ്ടെന്നൊന്നും. അവൾക്ക് ഇഷ്ടമല്ലാതെ തന്നെ അല്ലേ നന്ദു? എന്തിനാ വെറുതെ എൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് ടോർച്ചർ ചെയ്യണം? ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് കാണണ്ടാന്ന്. അല്ലടാ, ഈ കാണിക്കുന്ന സ്നേഹമൊന്നും 2.5 വയസ്സിൽ അവളെ കൊണ്ടുവന്ന് മായേൻ്റെ കൈ കൊടുക്കുമ്പോൾ കാണിച്ചില്ലല്ലോ. അപ്പം കാണിച്ചായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് കൊച്ചിനെ കാണാനെങ്കിലും നിനക്ക് പറ്റില്ല. നീ അതുപോലെ കാണിച്ചില്ല. നീ എന്താ പറഞ്ഞാൽ നിനക്കവൾ നോക്കാൻ പറ്റത്തില്ലെന്ന് അല്ലേ? ഇനി ഇവളുടെ അവകാശം പറഞ്ഞ ഈ വീട്ടുമുറ്റത്തെങ്ങാനും കയറി വന്നോ, അപ്പം കാണിച്ചു തരാം. ഇപ്പം ഇറങ്ങിക്കോളുണ്ട് ഇവിടുന്ന്. എൻ്റെ മോളുടെ കാര്യത്തിൽ അവകാശം പറയാൻ നിനക്കെന്താ അധികാരം ഇരിക്കുന്നത്?
ഇതിൽ കൂടുതൽ എനിക്ക് അവളുടെ മേലെ അവകാശം കാണിക്കാൻ അറിയാം. നിനക്കൊക്കെ ഇത് മതി. ഇറങ്ങിക്കോ ഇപ്പോൾ ഇവിടെ രണ്ടും. ഇനി മേല കല്യാണം മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞാൽ കൊച്ചിൻ്റെ പുറകെ വന്ന അവളെൻ്റെ മഹിക്കുള്ളതാ. അത് ഞങ്ങൾ എന്നെ എഴുതി വെച്ചതാ. പിന്നെ ദേവി, നിന്റെ ആ സന്തതി ഉണ്ടല്ലോ, അവൻ ഇവ കിട്ടാൻ ഒരു യോഗ്യതയില്ല. ഇനി മേലെ അതും പറഞ്ഞു കൂട്ട് വന്ന എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഫസ്റ്റ് പറയാം, ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി. പിന്നെ എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ടിൽ തന്നെ ഇത്രയും സപ്പോർട്ട് തന്ന്, പിന്നീട് ചാനൽ ഫസ്റ്റ് സ്റ്റോറി ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നിങ്ങൾക്ക് അയ്യോ എനിക്കറിയില്ല. കമൻ്റൊക്കെ ഞാൻ മാക്സിമം റിപ്ലൈ തന്നിട്ടുണ്ട് എല്ലാവർക്കും. എന്നെക്കൊണ്ട് അതൊക്കെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ താങ്ക്സ് വെരി മച്ച്. അയ്യോ എനിക്ക് എക്സ്പ്രസ് ചെയ്യണ എങ്ങനെയാണെന്ന് അറിയില്ല. സോ താങ്ക് യു വെരി മച്ച് ഗൈസ്. അയ്യോ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. ഓക്കെ, എന്നാൽ അടുത്ത പാർട്ടിൽ കാണാം.